ഹായ് എവ്രിവൺ, വെൽക്കം ടു നോട്ട്ബഡി.in. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഗ്നോ MA ഇംഗ്ലീഷിലെ MEG 15 ആയിട്ടുള്ള കമ്പറാറ്റീവ് ലിറ്ററേച്ചർ തിയറി ആൻഡ് പ്രാക്ടീസ് എന്ന പേപ്പറാണ്. ഇതൊരു കംപ്ലീറ്റ് മാരത്തോൺ വീഡിയോ ആണ്. സോ ഇതിലെ MEG 15 കംപ്ലീറ്റ് ബ്ലോഗ്സും അതിലെ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറീസും എല്ലാം നമ്മൾ യൂണിറ്റ് വൈസ് ആയിട്ട് സിമ്പിളായിട്ട് കവർ ചെയ്യാൻ പോവാണ്. സോ ഈ ഒരു ക്ലാസ്സിൻ്റെ കംപ്ലീറ്റ് നോട്ട്സും നോട്ട്ബഡി.in എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ഒരു ക്ലാസ് കേൾക്കുന്നതോടൊപ്പം ആ ഒരു നോട്ട്സ് കൂടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും. നോട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെയുണ്ട്. സോ ആദ്യം തന്നെ നമുക്ക് എന്താണ് ഈ ഒരു കോഴ്സ് എന്നുള്ളത് സിമ്പിൾ ആയിട്ടൊന്ന് നോക്കാം. സാഹിത്യത്തെ വെറും ഒരു ഭാഷയുടെയോ രാജ്യത്തിൻ്റെയോ അതിരുകൾക്കുള്ളിൽ നാഷണൽ ബൗണ്ടറീസിൽ ഒതുക്കാതെ വ്യത്യസ്ത ഭാഷകളും സംസ്കാരങ്ങളും തമ്മിൽ കമ്പയർ ചെയ്ത് പഠിക്കുന്ന ഒരു ആഗോള പഠന ശാഖയാണ് ഇത്. ഓക്കെ, വിഭിന്ന സംസ്കാരങ്ങളിലെ കൃതികൾ പരസ്പരം എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നും ഇൻഫ്ലുവൻസ് ആൻഡ് റിസെപ്ഷൻ, വിവർത്തനം അതായത് ട്രാൻസ്ലേഷൻ ഇതിൽ എത്രത്തോളം വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു പേപ്പർ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. നമ്മൾ എക്സാമിന് ഇതിൽ എപ്പോഴും ചോദിക്കാറുള്ള സ്കോപ്പ് ഓഫ് കമ്പറാറ്റീവ് ലിറ്ററേച്ചർ, ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച്, റോൾ ഓഫ് ട്രാൻസ്ലേഷൻ, വെസ്റ്റേൺ വേഴ്സസ് ഈസ്റ്റേൺ മോഡേണിസം, ഇതൊക്കെ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. സോ ഇതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് ഡീപ്പായിട്ട് തന്നെ നോക്കാം. സോ ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ. അതിലെ യൂണിറ്റ് 1 വരുന്നത് വാട്ട് ഈസ് കമ്പറാറ്റീവ് ലിറ്ററേച്ചർ. തുലനാത്മക സാഹിത്യം എന്ന ഈ ഒരു സങ്കല്പത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള നിർവചനവും അതിന്റെ വ്യാപ്തിയുമാണ് ഈ ഒരു ഒന്നാമത്തെ യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ബിയോണ്ട് ബൗണ്ടറീസ്, വ്യത്യസ്ത ഭാഷകള്, സംസ്കാരങ്ങള്, രാജ്യങ്ങള്, സാഹിത്യ പാരമ്പര്യങ്ങള് എന്നിവയെ പരസ്പരം കോർത്തിണക്കി സാഹിത്യത്തെ ഒരു സമഗ്രമായിട്ടുള്ള തലത്തിൽ പഠിക്കുന്ന ഒരു ശാഖയാണിത്. ഗ്ലോബൽ പെർസ്പെക്റ്റീവ്, വിഭിന്ന കൃതികൾ തമ്മിലുള്ള സാദൃശ്യങ്ങൾ, സിമിലാരിറ്റീസ്, അതുപോലെ ഡിഫറൻസ്, വ്യത്യാസങ്ങൾ, അവ തമ്മിലുള്ള ഇൻഫ്ലുവൻസ്, സ്വാധീനങ്ങൾ, തീമുകൾ, കലാപരമായിട്ടുള്ള ശൈലികൾ എന്നിവ ഇതിലൂടെ കണ്ടെത്തുന്നു. ഇത് വായനക്കാരിൽ ഒരു ആഗോള സാഹിത്യ ബോധം, ഒരു ഗ്ലോബൽ പെർസ്പെക്റ്റീവും അതുപോലെ വിഭിന്ന സംസ്കാരങ്ങൾ തമ്മിലുള്ള ഒരു ഡീപ്പായിട്ടുള്ള പരസ്പര ധാരണയൊക്കെ വളർത്തുന്നു, ഒരു ഇന്റർ കൾച്ചറൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. സോ യൂണിറ്റ് 2 വരുന്നത് ദ പ്രാക്ടീസ് ഓഫ് കമ്പറാറ്റീവ് ലിറ്ററേച്ചർ. തുലനാത്മക സാഹിത്യം പ്രായോഗികമായി എങ്ങനെയാണ് നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു യൂണിറ്റ് വ്യക്തമാക്കുന്നത്. ദ മെത്തഡോളജി, ടെക്സ്റ്റുകളെ വെറുതെ വായിച്ചു പോകുന്നതിന് പകരം അവയിലെ തീംസ്, പിന്നെ അതുപോലെ ജോണേഴ്സ്, സാഹിത്യ രൂപങ്ങള്, കഥാപാത്രങ്ങള്, സിംബൽസ്, മിത്തുകള്, ചരിത്രപരമായിട്ടുള്ള പശ്ചാത്തലങ്ങൾ എന്നിവ മുൻനിർത്തിയിട്ടാണ് താരതമ്യ പഠനം നടത്തുന്നത്. ഇന്റർ ഡിസിപ്ലിനറി നേച്ചർ, ബഹുശാഖ സ്വഭാവം, എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഇത്. സാഹിത്യത്തെ സാഹിത്യമായി മാത്രം കാണാതെ ഹിസ്റ്ററി, ഫിലോസഫി, സോഷ്യോളജി, സൈക്കോളജി, മറ്റ് ദൃശ്യകലകൾ എന്നിവയുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുന്ന ഒരു സവിശേഷ ശൈലിയാണ് ഈ ഒരു ശൈലി, ഇന്റർ ഡിസിപ്ലിനറി നേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, യൂണിറ്റ് 3 വരുന്നത് തിയറി ഓഫ് കമ്പറാറ്റീവ് ലിറ്ററേച്ചർ. ഈ ഒരു തുലനാത്മക സാഹിത്യത്തിന് പിന്നിലെ പ്രധാനപ്പെട്ട തിയറീസും സമീപനങ്ങളുമാണ്, അപ്രോച്ചസുമാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. കീ കോൺസെപ്റ്റ്, സാഹിത്യത്തിലെ ആ ഒരു ഇൻഫ്ലുവൻസ്, പിന്നെ അതുപോലെ സ്വീകാര്യത, റിസെപ്ഷന്, അന്തർപാഠപരത അതായത് ടെക്സ്റ്റുവാലിറ്റി, സാംസ്കാരിക കൈമാറ്റങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ നിയമങ്ങൾ ഈ തിയറി വിശദീകരിക്കുന്നുണ്ട്. അടിസ്ഥാന നിയമങ്ങളാണ് ഈ ഒരു തിയറി വിശദീകരിക്കുന്നത്. ദ പവർ ഓഫ് ട്രാൻസ്ലേഷൻ, വിവർത്തനം, ട്രാൻസ്ലേഷൻ ഇല്ലാതെ കമ്പറാറ്റീവ് ലിറ്ററേച്ചർ നിലനിൽക്കില്ല. ഒരു ഭാഷയിലെ കൃതി മറ്റൊരു ഭാഷയിലേക്ക് മാറുമ്പോൾ അത് പുതിയൊരു സംസ്കാരവുമായിട്ട് എങ്ങനെ സംവദിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു തിയറി പഠിപ്പിക്കുന്നത്. മോഡേൺ കാലഘട്ടത്തിൽ പോസ്റ്റ് കൊളോണിയൽ അതുപോലെ ഫെമിനിസ്റ്റ്, കൾച്ചറൽ സ്റ്റഡീസ് എന്നിവയും ഇതിന്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. യൂണിറ്റ് 4 വരുന്നത് മോഡേണിസം, ദ വെസ്റ്റ് ആൻഡ് ദ ഈസ്റ്റ്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ലോക സാഹിത്യത്തെ മാറ്റിമറിച്ച മോഡേണിസം എന്ന ഒരു പ്രസ്ഥാനത്തെ കിഴക്കും പടിഞ്ഞാറും എങ്ങനെയാണ് സ്വീകരിച്ചത് എന്നുള്ളത് താരതമ്യം ചെയ്യുന്ന അതീവ പ്രസക്തമായിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് കേട്ടോ ഇത്. വെസ്റ്റേൺ മോഡേണിസം, പാശ്ചാത്യ മോഡേണിസം. പാശ്ചാത്യ ലോകത്തെ കടുത്ത നഗരവൽക്കരണത്തിന്റെയും യുദ്ധങ്ങളുടെയും പശ്ചാത്തലത്തിൽ മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു കടുത്ത ഒരു ഏകാന്തത, ഐസൊലേഷൻ, ഏലിയനേഷൻ, അതുപോലെ തകർച്ചകള്, ഫ്രാഗ്മെന്റേഷന്, നവീനമായിട്ടുള്ള എഴുത്ത് പരീക്ഷണങ്ങൾ, എക്സ്പെരിമെന്റേഷൻ എന്നിവയിലാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ഇനി ഈസ്റ്റേൺ മോഡേണിസം ആണെന്നുണ്ടെങ്കിൽ
ഇന്ത്യയുൾപ്പെടെയുള്ള കിഴക്കൻ രാജ്യങ്ങളിൽ മോഡേണിസം വന്നപ്പോൾ അവർ പാശ്ചാത്യ സാങ്കേതിക വിദ്യകൾ കടമെടുത്തപ്പോഴും അതിലൂടെ തങ്ങളുടെ കൊളോണിയൽ അനുഭവങ്ങളെയും കൊളോണിയൽ എക്സ്പീരിയൻസും അതുപോലെ നാഷണാലിസവും പിന്നെ കൾച്ചറൽ ഐഡന്റിറ്റിയും സാമൂഹിക നവോത്ഥാനത്തെയുമാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. അതായത് അവര് ആധുനികതയെ തനത് പാരമ്പര്യങ്ങളുമായിട്ട് കോർത്തിണക്കി എന്നുള്ളതാണ് കാര്യം. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ബ്ലോക്ക് 1 ഈ ഒരു 4 യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. ബ്ലോക്ക് 2 വരുന്നത് കമ്പറാറ്റീവ് ഇന്ത്യൻ ലിറ്ററേച്ചർ 1. ഇന്ത്യൻ സാഹിത്യത്തെ, ഇന്ത്യൻ ലിറ്ററേച്ചറിനെ ഒരു കമ്പാരാറ്റീവ് ദൃഷ്ടിയിലൂടെ എങ്ങനെ നോക്കി കാണണം എന്നുള്ളതാണ് ഈ ഒരു ബ്ലോക്കിൽ പഠിക്കുന്നത്. സാഹിത്യവും സംസ്കാരവും തമ്മിലുള്ള ആ ഒരു ഡീപ്പായിട്ടുള്ള ഒരു ബന്ധം, ഇന്ത്യയുടെ ശക്തമായിട്ടുള്ള വാമൊഴി വരമൊഴി പാരമ്പര്യങ്ങൾ, ഓറൽ ആൻഡ് റിട്ടൺ ട്രഡീഷൻസ്, കൂടാതെ സാഹിത്യ ചരിത്രം രേഖപ്പെടുത്തുന്ന രീതിയായിട്ടുള്ള ഹിസ്റ്റോറിയോഗ്രാഫിയും അതിലെ കാലഘട്ട വിഭജനങ്ങളും പീരിയോഡൈസേഷനും ഒക്കെയാണ് നമ്മൾ ഇതിൽ സിമ്പിൾ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ എക്സാമിന് ഇതിൽ ഓറൽ വേഴ്സസ് റിട്ടൺ ലിറ്ററേച്ചർ, അതുപോലെ ലിറ്റററി ഹിസ്റ്റോറിയോഗ്രഫി, അതുപോലെ പീരിയോഡൈസേഷൻ അക്രോസ് ലാംഗ്വേജസ്, ഇതൊക്കെയാണ് റിപ്പീറ്റഡ് ആയിട്ട് വരാറുള്ളത്, ഇത് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്. സോ ഇതിലെ യൂണിറ്റ് 1 വരുന്നത് ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ, സാഹിത്യവും സംസ്കാരവും തമ്മിലുള്ള അഭേദ്യമായിട്ടുള്ള ഒരു കണക്ഷനാണ് ഈ ഒരു ഫസ്റ്റ് യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ദ റിഫ്ലക്റ്റീവ് മിറർ, സാഹിത്യവും സംസ്കാരവും എപ്പോഴും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു സമൂഹത്തിന്റെ വിശ്വാസങ്ങള്, ആചാരങ്ങള്, വാല്യൂസ്, മൂല്യങ്ങള്, ചരിത്രം എന്നിവയുടെ നേർചിത്രമാണ് സാഹിത്യം എന്ന് പറയുന്നത്. അതേസമയം ആ സമൂഹത്തിന്റെ സംസ്കാരമാണ് അവിടുത്തെ സാഹിത്യ തീംസ്, സാഹിത്യ പ്രമേയങ്ങളെയും ഭാഷയെയും രൂപപ്പെടുത്തുന്നത്. മൾട്ടി കൾച്ചറൽ ഹെറിറ്റേജ്, ഭാരതീയ സാഹിത്യം എന്നത് ഇന്ത്യയുടെ സങ്കീർണമായിട്ടുള്ള ഒരു മൾട്ടി കൾച്ചറൽ അതുപോലെ ബഹുഭാഷാ പാരമ്പര്യത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. സംസ്കാരം സാഹിത്യത്തെയും സാഹിത്യ സംസ്കാരത്തെയും ഒരേ സമയം വളർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നുണ്ട്. ഓക്കെ, യൂണിറ്റ് 2 വരുന്നത് ഓറൽ ആൻഡ് റിട്ടൺ ലിറ്ററേച്ചർ. ഇന്ത്യൻ സാഹിത്യത്തിന് 2 പ്രധാന പാരമ്പര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് വാമൊഴി അതായത് ഓറല്, ഒന്ന് വരമൊഴിയും അതായത് റിട്ടൺ. ഓറൽ ട്രഡീഷൻ, വാമൊഴി പാരമ്പര്യം. ലിപികളോ എഴുത്തുവിദ്യയോ വ്യാപകമാകുന്നതിനൊക്കെ മുൻപ് നാടോടി കഥകള്, ഫോക്ക് ടെയിൽസ്, മിത്തുകള്, നാടൻ പാട്ട്, പഴഞ്ചൊല്ലുകള് എന്നിവയിലൂടെ തലമുറകളായിട്ട് വാമൊഴിയായിട്ട് പകർന്നു പോകുന്ന വലിയൊരു സാഹിത്യ എന്താ പറയാ ഒരു കളക്ഷനാണ് ഇത് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഇതിഹാസങ്ങൾ പോലും തുടക്കത്തിൽ ഓറൽ പാരമ്പര്യത്തിലായിരുന്നു നിലനിന്നിരുന്നത്. ഇനി റിട്ടൺ ട്രഡീഷൻ, വരമൊഴി പാരമ്പര്യം. കൃതികള് മാനുസ്ക്രിപ്റ്റുകളിലോ അല്ലെങ്കിൽ അച്ചടിച്ച പുസ്തകങ്ങളിലോ രേഖപ്പെടുത്തി ദീർഘകാലത്തേക്ക് കാത്തു സൂക്ഷിക്കുന്ന ഒരു രീതിയാണ് ഈ ഒരു റിട്ടൺ ട്രഡീഷൻ എന്ന് പറയുന്നത്. ദ കോംപ്ലിമെന്ററി നേച്ചർ, ഈ 2 പാരമ്പര്യങ്ങളും പരസ്പരം എന്താ പറയാ പോരടിക്കുന്നവയല്ല, പകരം അവ പരസ്പരം സ്വാധീനിക്കുകയും ഒന്നിനെ ഒന്ന് സമ്പുഷ്ടമാക്കുകയും ചെയ്യുന്നു. കോംപ്ലിമെന്റ് ഈച്ച് അതർ. നാടോടി ഈണങ്ങളും കഥകളും ലിഖിത സാഹിത്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ലിഖിത സാഹിത്യത്തിലെ വലിയ ആശയങ്ങൾ സാധാരണക്കാരന്റെ വാമൊഴി പാട്ടുകളിലായിട്ട് മാറാറുണ്ട്. ഓക്കെ, ഇനി വരുന്നത് യൂണിറ്റ് 3 ഇന്ത്യൻ ലിറ്ററേച്ചർ, ഹിസ്റ്റോറിയോഗ്രഫി ആൻഡ് പീരിയോഡൈസേഷൻ. സാഹിത്യ ചരിത്രം എഴുതുന്നതിനെ കുറിച്ചുള്ള അതീവ ഗൗരവമുള്ള ഒരു ഭാഗമാണ് കേട്ടോ ഇത് ഹിസ്റ്റോറിയോഗ്രഫി. ഇതെന്ന് പറഞ്ഞാല് സാഹിത്യത്തിന്റെ ചരിത്രം എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത് അല്ലെങ്കിൽ എഴുതപ്പെടുന്നത് എന്ന് പഠിക്കുന്ന ഒരു ശാഖയാണ്. ഇനി പീരിയോഡൈസേഷൻ എന്ന് പറയുന്നത് കാലഘട്ട വിഭജനം. എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ള വലിയൊരു കോൺസെപ്റ്റ് ആണ് ഇത്. ഇന്ത്യയിലെ സാഹിത്യ ചരിത്രത്തെ അതിന്റെ ഭാഷാപരമായിട്ടുള്ള മാറ്റങ്ങള്, തീംസ്, പ്രസ്ഥാനങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിഭജിക്കുന്ന രീതിയാണ് ഇത്. പ്രധാനമായിട്ടും ഇതിനെ നമുക്ക് 4 ആയിട്ട് തിരിക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ആൻഷ്യന്റ് പീരീഡ്, പ്രാചീന കാലഘട്ടം, ആത്മീയതയും പുരാണങ്ങളും വേദങ്ങളും നിറഞ്ഞിട്ടുള്ള ഒരു കാലം. അടുത്തത് മിഡീവിയൽ പീരീഡ്, മധ്യകാലം എന്ന് പറയുന്നത് ഭക്തി പ്രസ്ഥാനങ്ങളും അതുപോലെ പ്രാദേശിക ഭാഷകളുടെ വളർച്ചയും ഉണ്ടായിട്ടുള്ള ഒരു കാലമാണ് മിഡീവിയൽ പീരീഡ് എന്ന് പറയുന്നത്. അടുത്തതാണ് മോഡേൺ പീരീഡ്, ആധുനിക കാലഘട്ടം, കൊളോണിയലിസം അതുപോലെ നാഷണലിസം, സാമൂഹിക നവോത്ഥാനം എന്നിവ ഒക്കെ വന്നിട്ടുള്ള ഒരു കാലമാണ് മോഡേൺ പീരീഡ്. അടുത്തതാണ് കണ്ടംപററി പീരീഡ്, സമകാലിക കാലഘട്ടം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ സങ്കീർണതകളും ആഗോളവൽക്കരണവും ചർച്ച ചെയ്യുന്ന ഒരു കാലം. ഓക്കെ, ഇത്രയാണ് ഈ ഒരു 4 പീരീഡ്സ് പറയുന്നത്, പീരിയോഡൈസേഷനിൽ വരുന്നത്. പിന്നെ തുലനാത്മക സാഹിത്യം, കമ്പറാറ്റീവ് ലിറ്ററേച്ചർ, ഈ കാലഘട്ടങ്ങളെ വിവിധ ഇന്ത്യൻ ഭാഷകളിലുടനീളം വച്ച് താരതമ്യം ചെയ്തതാണ് പഠിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി വരുന്നത് യൂണിറ്റ് 4 റീഡിങ്സ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻസ്.
ഒരു കൃതിയെ എങ്ങനെ വായിക്കാം, എങ്ങനെ വ്യാഖ്യാനിക്കാം, എങ്ങനെ ഇന്റർപ്രിറ്റേഷൻ നടത്താം എന്നുള്ളതാണ് ഈ ഒരു യൂണിറ്റ് മനസ്സിലാക്കി തരുന്നത്. ഫസ്റ്റ് വൺ, കോണ്ടെക്സ്ച്വൽ അനാലിസിസ്. ഒരു സാഹിത്യ കൃതിയെ ശരിയായി മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ ഭാഷ മാത്രമല്ല, അതിന് പിന്നിലെ ചരിത്രപരമായിട്ടുള്ള ആ ഒരു പശ്ചാത്തലം, ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടും അതുപോലെ സംസ്കാരവും കൂടി കണക്കിലെടുക്കണം എന്നുള്ളതാണ്. അടുത്തത് ദ കമ്പാരാറ്റീവ് അപ്രോച്ച്. കമ്പാരറ്റീവ് വായനയിലൂടെ വ്യത്യസ്ത ഭാഷകളിലെ കൃതികളെ ഒന്നിച്ചു നിർത്തി വായിക്കുമ്പോൾ അവ പങ്കുവെക്കുന്ന പൊതുവായിട്ടുള്ള തീംസ്, അതായത് ഷെയർഡ് തീംസ്, അതേസമയം ഓരോ സംസ്കാരത്തിന്റെയും തനതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുകളും യുണീക്ക് പേഴ്സ്പെക്റ്റീവ്സും കണ്ടെത്താൻ വായനക്കാരന് സാധിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇത് ക്രിട്ടിക്കൽ ചിന്തകളെ വളർത്താനും നമ്മെ ഹെൽപ്പ് ചെയ്യും. സോ ഇത്രയാണ് ഒരു ബ്ലോക്ക് 2 കമ്പാരാറ്റീവ് ഇന്ത്യൻ ലിറ്ററേച്ചർ 1 വരുന്ന 4 യൂണിറ്റ്സും കാര്യങ്ങളും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ബ്ലോക്ക് 3 നോക്കാം. ബ്ലോക്ക് 3 കമ്പാരാറ്റീവ് ഇന്ത്യൻ ലിറ്ററേച്ചർ 2. ഇന്ത്യൻ സാഹിത്യത്തിലെ ആധുനികതയുടെ അതായത് മോഡേണിറ്റിയുടെ വരവും മുഖ്യധാരാ സാഹിത്യവും പാർശ്വവൽക്കരിക്കപ്പെട്ട ശബ്ദങ്ങളും തമ്മിലുള്ള വലിമുറുക്കങ്ങളും, അതായത് സെൻട്രൽ ആൻഡ് പെരിഫറി ചർച്ച ചെയ്യുന്ന ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ ഇന്ത്യയിലെ 2 ഇതിഹാസ നോവലുകളാണ് കമ്പയർ ചെയ്ത് പഠിക്കുന്നത്. കന്നഡയിൽ നിന്നും ശിവരാമ കാരാന്തിന്റെ കോമാസ് ഡ്രം, അതുപോലെ ഹിന്ദി സാഹിത്യത്തിന്റെ പിതാവ് പ്രേംചന്ദിന്റെ മാസ്റ്റർ പീസ് കൃതിയായിട്ടുള്ള ഗോദാനും. ഓക്കെ, ഗ്രാമീണ ഇന്ത്യയിലെ ജാതി വിവേചനവും കർഷക ചൂഷണങ്ങളും അതീവ റിയലിസ്റ്റിക് ആയിട്ട് വരച്ചു കാട്ടുന്ന ഈ 2 കൃതികളും കമ്പാരേറ്റീവ് ലിറ്ററേച്ചറിലെ വലിയ പഠന വിഷയങ്ങളാണ്. നമ്മൾ എക്സാമിന് ഇതിലെ സിംബോളിസം ഓഫ് ദി ഡ്രം, അതുപോലെ ക്യാരക്ടർ ഓഫ് ഹോറി, കമ്പാരിസൺ ഓഫ് സോഷ്യൽ ഓപ്പറേഷൻ ഇൻ ബോത്ത് ടെക്സ്റ്റ്, ഇതൊക്കെയാണ് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ഇത് റിലേറ്റഡ് ആയിട്ടും വരാറുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് യൂണിറ്റ് നോക്കാം. യൂണിറ്റ് 1 and 2 വരുന്നത് ഐഡിയൽസ് ഓഫ് മോഡേണിറ്റി, സെന്റർ ആൻഡ് പെരിഫറി. ആദ്യമായിട്ട് ഇന്ത്യൻ സാഹിത്യത്തിലെ തിയററ്റിക്കൽ പശ്ചാത്തലങ്ങൾ നമുക്ക് നോക്കാം. ദ ഐഡിയ ഓഫ് മോഡേണിറ്റി, ആധുനികത. കൊളോണിയലിസം, ദേശീയ പ്രസ്ഥാനങ്ങള്, സാമൂഹിക നവോത്ഥാനം എന്നിവയുടെ ഭാഗമായാണ് ഇന്ത്യൻ ഭാഷകളിൽ ആധുനികത ജനിക്കുന്നത്. പഴയ കാവ്യശൈലികൾ മാറി നോവലുകളും റിയലിസ്റ്റിക് ചെറുകഥകളും രൂപപ്പെട്ടു. എഴുത്തുകാര് സ്വന്തം പാരമ്പര്യങ്ങളെ പൂർണ്ണമായിട്ടും തള്ളിക്കളയാതെ തന്നെ സ്വാതന്ത്ര്യം, ജാതി, ജെൻഡർ, ഐഡന്റിറ്റി ക്രൈസിസ്, ഐഡന്റിറ്റി ക്വസ്റ്റ് എന്നിവയെ കുറിച്ച് ആധുനികമായിട്ടുള്ള രീതിയിൽ എഴുതാൻ ആരംഭിച്ചു. സെന്റർ ആൻഡ് പെരിഫറി, കേന്ദ്രവും പരിധിയും. കമ്പാരറ്റീവ് ലിറ്ററേച്ചറിലെ അതീവ പ്രസക്തമായിട്ടുള്ള 2 കോൺസെപ്റ്റ് ആണിത്. സെൻട്രൽ, കേന്ദ്രം എന്നത് സമൂഹത്തിലെ പ്രമാണി വർഗത്തിന്റെ മുഖ്യധാര, അതായത് മെയിൻ സ്ട്രീം ഓർ ഡോമിനന്റ് ഭാഷയെയും സാഹിത്യത്തെയും കാണിക്കുന്ന സമയത്ത്, പെരിഫറി, പരിധി എന്നത് ദളിത്, ആദിവാസി, പ്രാദേശിക മൈനോറിറ്റി വിഭാഗങ്ങളുടെ പാർശ്വവൽക്കരിക്കപ്പെട്ട ശബ്ദങ്ങളെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. തുലനാത്മക സാഹിത്യം ഈ ഒരു പെരിഫറിയിലെ ശബ്ദങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് മുഖ്യധാരാ സാഹിത്യത്തിന്റെ വരേണ്യതയെ ചോദ്യം ചെയ്യാണ് ചെയ്യുന്നത്. യൂണിറ്റ് 3 വരുന്നത് കോമാസ് ഡ്രം. കന്നഡ സാഹിത്യത്തിലെ ജ്ഞാനപീഠം ജേതാവായിട്ടുള്ള കെ ശിവരാമ കാരാന്തിന്റെ വിഖ്യാതമായിട്ടുള്ള ഒരു നോവലാണ് ഇത്. ഓക്കെ, സമ്മറി നോക്കാം. കർണാടകയിലെ ഒരു ഉൾഗ്രാമത്തിൽ ജീവിക്കുന്ന ചോമ, നമ്മൾ കോമ എന്ന് വായിക്കും, CHOMA ആണ്, ചോമ എന്ന് വായിക്കാം. ഓക്കെ, ചോമ എന്ന അതീവ ദരിദ്രനായിട്ടുള്ള ഒരു അയിത്ത തൊഴിലാളിയുടെ കഥയാണിത്. സ്വന്തമായി ഒരു കഷ്ണം ഭൂമി വാങ്ങി കൃഷി ചെയ്യുക എന്നതാണ് അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നം. എന്നാൽ ജാതി വ്യവസ്ഥയും കാസ്റ്റ് ഡിസ്ക്രിമിനേഷനും ജന്മിമാരുടെ ക്രൂരമായിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണങ്ങളും കാരണം അവൻ ആ ഒരു സ്വപ്നം ഒരിക്കലും സാക്ഷാത്കരിക്കാൻ കഴിയുന്നില്ല. ഒടുവിൽ കടുത്ത ദാരിദ്ര്യത്തിലും മക്കളുടെ മരണത്തിലും തകർന്നു പോകുന്ന ചോമയുടെ വലിയൊരു ട്രാജഡിയാണ് ഈ ഒരു നോവല്. ദ സിംബോളിസം ഓഫ് ദി ഡ്രം. എക്സാമിന് 100% ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ ഇത്. ചോമയുടെ കയ്യിലുള്ള തുടി, അതായത് ഡ്രം, അവന്റെ വികാരങ്ങളുടെ പ്രതീകമാണ്. താൻ അനുഭവിക്കുന്ന കഠിനമായിട്ടുള്ള ദുഃഖങ്ങളും ജാതി അധിക്ഷേപങ്ങളും വ്യവസ്ഥിതിയോടുള്ള അവന്റെ നിശബ്ദമായിട്ടുള്ള പ്രതിഷേധങ്ങളും, സൈലന്റ് പ്രൊട്ടസ്റ്റ് ആണ് അവന് തീർക്കുന്നത് ഈ ഒരു തുടി കൊട്ടിക്കൊണ്ടാണ്, അതായത് ഡ്രം അടിച്ചുകൊണ്ടാണ്. ഈ ഡ്രം അടിക്കൽ അവന്റെ ആത്മാഭിമാനത്തിന്റെയും സ്വത്വത്തിന്റെയും ഒടുങ്ങാത്ത ഒരു പ്രതീകമായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. യൂണിറ്റ് 4 വരുന്നത് ഗോദാൻ. ഹിന്ദി സാഹിത്യത്തിലെ ഇതിഹാസമായിട്ടുള്ള മുൻഷി പ്രേംചന്ദിന്റെ ഏറ്റവും മികച്ച ഒരു സോഷ്യൽ റിയലിസ്റ്റിക് മാസ്റ്റർ പീസ് ആണ് ഇത്. ഗോദാൻ എന്നാൽ പശുദാനം, ഗിഫ്റ്റ് ഓഫ് എ കൗ എന്നാണ് അർത്ഥം വരുന്നത്. ഇനി സമ്മറി ആൻഡ് പെസൻസ് ആഗണി. ഉത്തരേന്ത്യൻ ഗ്രാമീണ പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന ഹോറി എന്ന പാവപ്പെട്ട ഒരു കർഷകന്റെയും അവന്റെ ധീരയായിട്ടുള്ള സ്ട്രോങ് ആൻഡ് ബോൾഡ് ആയിട്ടുള്ള ഭാര്യ ധനിയയുടെയും കഥയാണ് ഇത്.
ഒരു കർഷകന്റെ അന്തസ്സിന്റെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായിട്ടുള്ള ഒരു പശുവിനെ സ്വന്തമാക്കുക എന്നതാണ് ഹോരിയുടെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹം. എന്നാൽ കടുത്ത ദാരിദ്ര്യം, പലിശക്കാരുടെ കടക്കെണികള്, ജാതി കൂട്ടായ്മകളുടെ പീഡനങ്ങൾ എന്നിവ കാരണം അവന് ജീവിതകാലം മുഴുവനും കഠിനാധ്വാനം ചെയ്തിട്ടും ആ കടം വീട്ടാൻ സാധിക്കുന്നില്ല. ഒടുവിൽ പശുവിനെ വാങ്ങാൻ കഴിയാതെ വയലിൽ കഠിനമായി പണിയെടുത്ത ചോര തുപ്പി ഹോരി മരണപ്പെടുകയാണ് ചെയ്യുന്നത്. സോ ദ സോഷ്യൽ റിയലിസം, ഇന്ത്യൻ കർഷകരുടെ പച്ചയായിട്ടുള്ള ദുരിതങ്ങളെ പ്രേംചന്ദ് ഇതിൽ വരച്ചു കാട്ടുന്നുണ്ട്. ഫ്യൂഡൽ വ്യവസ്ഥിതിയും അതുപോലെ തന്നെ മതപുരോഹിതന്മാരും ചേർന്ന് സാധാരണക്കാരെ എങ്ങനെയാണ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്, ചൂഷണം ചെയ്യുന്നത് എന്നതിന്റെ കനത്ത സോഷ്യൽ ക്രിട്ടിക്സ് ആണ് ഈ ഒരു നോവൽ വരുന്നത്. സോ ഇത്രയാണ് നമ്മളുടെ ഈ ഒരു ബ്ലോക്ക് 3 കമ്പാരാറ്റീവ് ഇന്ത്യൻ ലിറ്ററേച്ചർ 2 എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലോക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. ബ്ലോക്ക് 4 വരുന്നത് കമ്പറാറ്റീവ് വേൾഡ് ലിറ്ററേച്ചർ 1. രണ്ട് വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള രണ്ട് വ്യത്യസ്ത കാലഘട്ടങ്ങളിലെ സ്ത്രീകളുടെ അതിശയിപ്പിക്കുന്ന ആത്മകഥകളാണ് നമ്മൾ ഇതിൽ കമ്പയർ ചെയ്ത് പഠിക്കുന്നത്. ഇന്ത്യയിലെ ഒരു സ്ത്രീ എഴുതിയ ആദ്യത്തെ ആത്മകഥയായിട്ടുള്ള രാശസുന്ദരി ദേവിയുടെ ബംഗാളി കൃതിയായിട്ടുള്ള അമർ ജിബാൻ, ഒപ്പം ഓസ്ട്രേലിയയിലെ ആദിമ നിവാസികളുടെ അബൊറിജിനൽ പീപ്പിളിന്റെ വംശീയ വിവേചനങ്ങളെ തുറന്നു കാട്ടുന്ന സാലി മോർഗന്റെ മൈ പ്ലേസ്. ഈ രണ്ട് കൃതികളും കമ്പാരറ്റീവ് ലിറ്ററേച്ചറിലെ ലൈഫ് റൈറ്റിംഗ്സ്, ജീവിത രേഖകൾ എന്ന ശാഖയിൽ അതീവ പ്രാധാന്യമുള്ളതാണ് കേട്ടോ. PG എക്സാമിന് ഇതിലെ അമർജിബാൻ ആസ് എ ഫെമിനിസ്റ്റ് ടെക്സ്റ്റ്, അതുപോലെ തീംസ് ഓഫ് ഐഡന്റിറ്റി ഇൻ മൈ പ്ലേസ്, അതുപോലെ കമ്പാരറ്റീവ് അനാലിസിസ് ഓഫ് ബോത്ത് ഓട്ടോബയോഗ്രഫീസ്, ഇതൊക്കെയാണ് എപ്പോഴും ചോദിക്കാറുള്ളത്. സോ നമുക്ക് ബ്ലോക്ക് വൈസ് ആയിട്ട് തന്നെ നോക്കാം. യൂണിറ്റ് 1 and 2 വരുന്നത് വേസ് ഓഫ് ലുക്കിംഗ് അറ്റ് റിയാലിറ്റി ആൻഡ് ലൈഫ് റൈറ്റിംഗ്സ്. ആദ്യമായിട്ട് ഈ ഒരു ബ്ലോക്കിലെ തിയറിറ്റിക്കൽ അടിത്തറകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. വേസ് ഓഫ് ലുക്കിംഗ് അറ്റ് റിയാലിറ്റി. വ്യത്യസ്ത സംസ്കാരങ്ങളിലെ എഴുത്തുകാര് റിയാലിറ്റിയെ നോക്കിക്കാണുന്നത് വ്യത്യസ്ത രീതിയിലാണ്. ചിലര് സോഷ്യൽ റിയലിസത്തിലൂടെയും ചിലര് മോഡേണിസത്തിലൂടെയും മറ്റു ചിലര് പോസ്റ്റ് കൊളോണിയൽ കാഴ്ചപ്പാടിലൂടെയും മനുഷ്യ ജീവിതത്തെ അടയാളപ്പെടുത്തുന്നു. തുലനാത്മകമായിട്ടുള്ള സാഹിത്യം ഈ ഒരു വ്യത്യസ്ത കാഴ്ചപ്പാടുകളെയാണ് ഒന്നിച്ച് പഠിക്കുന്നത്. ഓക്കെ, കമ്പാരേറ്റീവ് ലിറ്ററേച്ചർ ഈ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവിനെ ഒന്നിച്ചിട്ടാണ് പഠിക്കുന്നത്. ലൈഫ് റൈറ്റിംഗ്സ്, ജീവിത രേഖകൾ, എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ള ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണ് കേട്ടോ ഇത്. ആത്മകഥകൾ, ഓട്ടോബയോഗ്രഫീസ്, അതുപോലെ ജീവചരിത്രങ്ങൾ, ബയോഗ്രഫീസ്, മെമ്മോയേഴ്സ്, ഓർമ്മക്കുറിപ്പുകൾ, ഡയറി ഡ്രാഫ്റ്റുകൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇവ കേവലം വ്യക്തിപരമായിട്ടുള്ള കഥകളല്ല, പകരം ആ വ്യക്തി ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ ജാതി, ജെൻഡർ, വംശം, റേസ്, സാമൂഹിക വ്യവസ്ഥകൾ എന്നിവയെ മനസ്സിലാക്കാനുള്ള ശക്തമായിട്ടുള്ള ചരിത്ര രേഖകൾ കൂടിയായിട്ടാണ് കണക്കാക്കുന്നത്. യൂണിറ്റ് 3 വരുന്നത് വേർഡ്സ് ടു വിൻ, അമർ ജിബാൻ. 19ാം നൂറ്റാണ്ടിലെ ബംഗാളി പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട അതീവ വിപ്ലവകരമായിട്ടുള്ള കൃതിയാണ് ഇത്. ഓക്കെ, സമ്മറി ആൻഡ് ഫെമിനിസ്റ്റ് സ്ട്രഗിൾ. രാശസുന്ദരി ദേവി എഴുതിയിട്ടുള്ള അമർ ജിബാൻ, എന്റെ ജീവിതം ആണ് ഈ ഒരു ഇന്ത്യൻ സ്ത്രീ എഴുതിയിട്ടുള്ള ആദ്യത്തെ ആത്മകഥ. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം പൂർണ്ണമായി നിഷേധിക്കപ്പെട്ടിരുന്ന, അവര് വീടിനുള്ളിലെ അടുക്കളകളിൽ മാത്രം ഒതുങ്ങേണ്ടി വന്നിരുന്ന കടുത്ത ആ ഒരു യാഥാസ്ഥിക കാലഘട്ടമായിരുന്നു അത്. എന്നാൽ പഠിക്കണമെന്ന കടുത്ത ആഗ്രഹത്താല് അവർ അടുക്കളയിലെ കരുപുരണ്ട ചുവരുകളിൽ രഹസ്യമായി അക്ഷരങ്ങൾ കുറിച്ചു വെച്ചും ഭർത്താവിന്റെ മതഗ്രന്ഥങ്ങളിലെ താളുകൾ ഒളിപ്പിച്ചു വെച്ചും ഒക്കെ അതീവ കഷ്ടപ്പെട്ടിട്ട് സ്വയം അക്ഷരങ്ങൾ പഠിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദ ഡിസയർ ഫോർ നോളജ്. ഈ ആത്മകഥ കേവലം ഒരു സ്ത്രീയുടെ കഷ്ടപ്പാട് മാത്രമല്ല, പകരം ഒരു പെട്രിയാർക്കിയുടെ, പുരുഷാധിപത്യത്തിന്റെയും സാമൂഹിക വിലക്കുകളുടെയും കോട്ടകളെ അറിവെന്ന ആയുധം കൊണ്ട്, നോളജ് എന്ന ആ ഒരു വെപ്പൺ കൊണ്ട് തകർത്തിട്ടുള്ള ഒരു സ്ത്രീയുടെ ഒരു ആത്മവീര്യത്തിന്റെ ഒരു സ്റ്റോറിയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ക്ലാസിക് ഏർലി ഫെമിനിസ്റ്റ് ടെക്സ്റ്റ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. ഇനി യൂണിറ്റ് 4 വരുന്നത് മൈ പ്ലേസ്. ഇനി നമുക്ക് നേരെ ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിൽ അതീവ ശക്തമായിട്ടുള്ള ഒരു ആത്മകഥയിലേക്ക് കടക്കാം. ഓക്കെ, സമ്മറി ആൻഡ് അബൊറിജിനൽ ഐഡന്റിറ്റി. ഓസ്ട്രേലിയൻ എഴുത്തുകാരിയായിട്ടുള്ള സാലി മോർഗന്റെ അതീവ പ്രശസ്തമായിട്ടുള്ള ഒരു ആത്മകഥാപരമായിട്ടുള്ള ഒരു രചനയാണ് മൈ പ്ലേസ് എന്ന് പറയുന്നത്. ഓക്കെ, തന്റെ കുട്ടിക്കാലത്ത് സ്വന്തം കുടുംബത്തിന്റെ യഥാർത്ഥ വംശീയ പശ്ചാത്തലത്തെ കുറിച്ച് അവൾക്ക് കൃത്യമായ അറിവുണ്ടായിരുന്നില്ല. അവർ ഇന്ത്യക്കാരാണ് എന്നാണ്
എന്നാണ് വീട്ടുകാർ കള്ളം പറഞ്ഞിരുന്നത്. എന്നാൽ വളർന്നതിനു ശേഷം സ്വന്തം ബന്ധുക്കളോട് നടത്തുന്ന നിരന്തരമായിട്ടുള്ള സംഭാഷണങ്ങളിലൂടെ തങ്ങൾ ഓസ്ട്രേലിയയിലെ കടുത്ത എന്താ പറയാ വിവേചനങ്ങൾ അനുഭവിച്ച ഒരു അബോറിജിനൽസ് ആണ്, അതായത് ആദിമ നിവാസികളായിട്ടുള്ള അബോറിജിനൽ വംശജരാണെന്നുള്ളത് അവള് തിരിച്ചറിയാണ്. ദ കൾച്ചറൽ റിക്കവറി, വെള്ളക്കാരുടെ കടുത്ത വംശീയ അധിക്ഷേപങ്ങൾ, റേസിസം, പിന്നെ അതുപോലെ നിർബന്ധിതമായിട്ടുള്ള കുട്ടികളെ മാതാപിതാക്കളിൽ നിന്നും മാറ്റുന്ന ക്രൂരമായിട്ടുള്ള നിയമങ്ങള്, അതുപോലെ സ്വന്തം സംസ്കാരം നഷ്ടപ്പെടൽ എന്നിവ ഈ ഒരു കുടുംബം അനുഭവിച്ചിരുന്നു. സ്വന്തം വേരുകൾ കണ്ടെത്തുന്നതിലൂടെ, സെർച്ച് ഫോർ റൂട്ട്സിലൂടെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള തങ്ങളുടെ ഗോത്ര ചരിത്രത്തെയും അതിജീവനത്തെയും സാലി ഈ ഒരു കൃതിയിലൂടെ വീണ്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു മികച്ച പോസ്റ്റ് കൊളോണിയൽ ആത്മകഥയായിട്ടാണ് കണക്കാക്കുന്നത്. സോ ഇത്രയാണ് ഒരു ബ്ലോക്ക് 4 കമ്പാരാറ്റീവ് വേൾഡ് ലിറ്ററേച്ചർ 1 നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരു 4 യൂണിറ്റിലൂടെ. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ബ്ലോക്ക് 5 കടക്കാം. ബ്ലോക്ക് 5 വരുന്നത് കമ്പറാറ്റീവ് വേൾഡ് ലിറ്ററേച്ചർ 2. ലോക സാഹിത്യത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു എഴുത്ത് ശൈലിയായിട്ടുള്ള മാജിക്കൽ റിയലിസം, അത്ഭുതങ്ങൾ നിറഞ്ഞ ഫാന്റസികളും അടങ്ങുന്ന 3 ലോകോത്തര കൃതികളാണ് നമ്മൾ ഇതിൽ കമ്പയർ ചെയ്ത് പഠിക്കുന്നത്. കൊളംബിയൻ വിഖ്യാത എഴുത്തുകാരനായിട്ടുള്ള ഗബ്രിയൽ ഗാർഷ്യ മാർക്കസിന്റെ എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ്, അതുപോലെ റഷ്യൻ സാഹിത്യത്തിലെ ജീനിയസ് നിക്കോളായി ഗോഗോളിന്റെ ദ നോസ്, ഒപ്പം നൈജീരിയൻ പശ്ചാത്തലത്തില് ആഫ്രിക്കൻ ഫോക്ലോർ മുൻനിർത്തി ആമസോൺ ഡുട്ടുവോള എഴുതിയിട്ടുള്ള ദ പാം വൈൻ ഡ്രിങ്കാർഡ്, വിചിത്രമായിട്ടുള്ള അമാനുഷിക സംഭവങ്ങളെ ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളുമായിട്ട് കോർത്തിണക്കുന്ന ഈ കഥകൾ കമ്പാരറ്റീവ് ലിറ്ററേച്ചറിൽ അതീവ പ്രധാനപ്പെട്ട പഠന വിഷയങ്ങളാണ്. നമ്മൾ എക്സാമിന് ഇതിലെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാജിക്കൽ റിയലിസം, സറ്റയർ ഇൻ ദി നോസ്, അതുപോലെ യൊറൂബ ഫോക്ലോർ ഇൻ ടുട്ടോളാസ് നോവല്, കമ്പാരിസൺ ഓഫ് ഫാന്റസി അക്രോസ് ടെക്സ്റ്റ്, ഇതൊക്കെയാണ് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ളത്. ഇനി യൂണിറ്റ് 1 നോക്കുകയാണെങ്കിൽ മാജിക്കൽ റിയലിസം. ആദ്യമായിട്ട് ഈ ബ്ലോക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ലിറ്റററി തിയറിയാണ് മാജിക്കൽ റിയലിസത്തിന്റെ സവിശേഷതകൾ എന്താണെന്നുള്ളത് നോക്കാം. ബ്ലെൻഡ്സ് റിയാലിറ്റി വിത്ത് ഫാന്റസി, മാന്ത്രികമോ അമാനുഷികമോ ആയിട്ടുള്ള വിചിത്ര സംഭവങ്ങൾ, മാജിക്കൽ ഓർ സൂപ്പർ നാച്ചുറൽ ഇവന്റ്സ് നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ അതീവ സാധാരണമായിട്ടുള്ള ഒരു ഭാഗമായിട്ട് കടന്നു വരുന്ന എഴുത്തുശൈലിയാണ് ഈ ഒരു മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത്. കഥാപാത്രങ്ങൾ ഈ ഒരു അത്ഭുതങ്ങളെ കണ്ട് യാതൊരുവിധ അത്ഭുതവും ഇല്ലാതെ വളരെ സാധാരണമായിട്ട് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ദ പർപ്പസ്, ഇത് വെറും ഒരു മന്ത്രവാദ കഥയല്ല, മറിച്ച് മിത്തുകളും നാടോടി കഥകളും, മിത്സ് ആൻഡ് ഫോക്ലോർ ഉപയോഗിച്ചുകൊണ്ട് ഒരു സമൂഹത്തിന്റെ ചരിത്രം, സംസ്കാരം, രാഷ്ട്രീയം, പച്ചയായിട്ടുള്ള സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ എന്നിവയെ അതീവ ആഴത്തിൽ ആവിഷ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത്. ലാറ്റിൻ അമേരിക്കൻ, അതുപോലെ ആഫ്രിക്കൻ, ഏഷ്യൻ പോസ്റ്റ് കൊളോണിയൽ സാഹിത്യത്തിലാണ് ഇത് ഏറ്റവും കൂടുതൽ വികസിച്ചു വന്നിട്ടുള്ളത്. യൂണിറ്റ് 2 മാർക്വസ് ആൻഡ് ഗോഗോൾ ഷോർട്ട് സ്റ്റോറീസ് ആണ് വരുന്നത്. മാജിക്കൽ റിയലിസത്തിന്റെയും അബ്സേർഡ് സറ്റയറിന്റെയും 2 വിഖ്യാത കഥകളാണ് നമ്മൾ ഇതിൽ ഈ ഒരു സെക്കൻഡ് യൂണിറ്റ് നമ്മൾ വിശകലനം ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ്, ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസിന്റെ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ്. കനത്ത മഴ പെയ്യുന്ന ഒരു ദിവസം ഒരു ദരിദ്ര ഗ്രാമീണ കുടുംബത്തിന്റെ വീട്ടുപറമ്പില് അതീവ വൃദ്ധനായിട്ടുള്ള ഒരു ചളി പുരണ്ട കൂറ്റൻ വലിയ ചിറകുള്ള ഒരു മനുഷ്യന്, എൻ ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ്, വന്ന് വീഴാണ്. അയാൾ ഒരു മാലാഖയാണെന്ന് ചിലർ വിശ്വസിക്കുമ്പോൾ മറ്റു ചിലർ അതിനെ സംശയിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ആ ഗ്രാമവാസികൾ അയാളോട് യാതൊരുവിധ കാരുണ്യം കാണിക്കുന്നില്ല. പകരം കോഴിക്കൂട്ടിലിട്ട് അടച്ച് ഒരു സർക്കസ് മൃഗത്തെ പോലെ പ്രദർശിപ്പിച്ച് അവർ പണം ഉണ്ടാക്കാൻ ആരംഭിക്കുകയാണ്. ഒടുവിൽ ചിറകുകൾ വീണ്ടെടുത്ത് അയാൾ ആകാശത്തേക്ക് പറന്നുയരുന്നതാണ് കഥ. ദ ക്രിട്ടിക്, അത്ഭുതങ്ങൾ മുന്നിൽ വരുമ്പോൾ പോലും മനുഷ്യന് കാണിക്കുന്ന അങ്ങേയറ്റത്തെ ആ ഒരു സെൽഫിഷ്നെസ്, അതുപോലെ ക്രുവാലിറ്റി, ഹ്യൂമൻ ക്രുവാലിറ്റി, പിന്നെ അതുപോലെ മതസ്ഥാപനങ്ങളുടെ കപടത എന്നിവയാണ് മാർക്വസ് ഇതിൽ അതീവ ശക്തമായിട്ട് വിമർശിക്കുന്നത്. അടുത്ത ഷോർട്ട് സ്റ്റോറി വരുന്നത് ദ നോസ്, നിക്കോളായ് ഗോഗോളിന്റെ ദ നോസ്. ഓക്കെ, ഡീറ്റെയിൽഡ് സമ്മറി ആൻഡ് സറ്റയർ. റഷ്യൻ ഉദ്യോഗസ്ഥനായിട്ടുള്ള കോവോല്യോവ് ഒരു ദിവസം രാവിലെ ഉണരുമ്പോൾ തന്റെ മുഖത്ത് മൂക്ക് അപ്രത്യക്ഷമായിട്ട് തിരിച്ചറിയാണ്.
മൂക്കുള്ളത് ഇല്ലാതാവുകയാണ്. ഓക്കെ, വിചിത്രം എന്ന് പറയട്ടെ, ആ മൂക്ക് അവനേക്കാൾ ഉയർന്ന റാങ്കിലുള്ള ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ വേഷം ധരിച്ച് നഗരത്തിലൂടെ സ്വതന്ത്രമായിട്ട് നടക്കാൻ ആരംഭിക്കുകയാണ്. തന്റെ അന്തസ്സും സോഷ്യൽ സ്റ്റാറ്റസും നഷ്ടപ്പെട്ടതോർത്തിട്ട് കോവോല്യാവ് വല്ലാതെ ഭയപ്പെടുകയാണ്. ഒടുവിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ മൂക്ക് പഴയതുപോലെ അയാളുടെ മുഖത്തേക്ക് തിരിച്ചെത്തുന്നു. ദ അബ്സേർഡ് ഹ്യൂമർ, തികച്ചും വിചിത്രവും ഹാസ്യാത്മകവുമായിട്ടുള്ള അബ്സേർഡ് ഹ്യൂമർ ആണ് ഈ ഒരു കഥയിലൂടെ റഷ്യൻ ബ്യൂറോക്രസിയെയും അതുപോലെ മനുഷ്യന്റെ അനാവശ്യമായിട്ടുള്ള അഹങ്കാരങ്ങളെയും അതുപോലെ സോഷ്യൽ സ്റ്റാറ്റസിന് സമൂഹം നൽകുന്ന അമിത പ്രാധാന്യത്തെയുമാണ് ഗോഗോൾ അതീവ മൂർച്ചയോടെ പരിഹസിക്കുന്നത്, സറ്റയർ ചെയ്യുന്നത്. യൂണിറ്റ് 3 വരുന്നത് ദ പാം വൈൻ ഡ്രിങ്കാർഡ്. ആമോസ് ടുട്ടോളന്റെ ആഫ്രിക്കൻ സാഹിത്യത്തിലെ ഏറ്റവും വിസ്മയകരമായിട്ടുള്ള ഒരു ഫാന്റസി നോവലാണ് ഇത്. സമ്മറി ആൻഡ് ദി ക്വസ്റ്റ്, കള്ളുകുടിയനായിട്ടുള്ള ദ പാം വൈൻ ഡ്രിങ്കാർഡ് ഒരു നായകന്റെ കഥയാണ് ഇത്. അവന് എപ്പോഴും കള്ള് ചെത്തി കൊടുക്കാനും മിടുക്കനായിട്ടുള്ള ഒരു തൊഴിലാളി ഉണ്ടായിരുന്നു. എന്നാൽ ഒരു ദിവസം ആ തൊഴിലാളി തെങ്ങിന്റെ മുകളിൽ നിന്നിട്ട് തെങ്ങിൽ നിന്ന് വീണ് മരിക്കുകയാണ്. പ്രിയപ്പെട്ട കള്ള് ചെത്തുകാരന്റെ മരണത്തോടെ വിഷമത്തിലായിട്ടുള്ള ഹീറോ നായകന് അവനെ തിരഞ്ഞ് മരിച്ചവരുടെ ലോകത്തേക്ക്, വേൾഡ് ഓഫ് സ്പിരിറ്റിലേക്ക് ഒരു വലിയ യാത്ര ആരംഭിക്കുകയാണ്. ഈ യാത്രക്കിടയിൽ അവന് വിചിത്രമായിട്ടുള്ള ആത്മാക്കളെയും ക്രൂരന്മാരായിട്ടുള്ള രാക്ഷസന്മാരെയും മാന്ത്രിക ലോകങ്ങളെയും ഒക്കെ കണ്ടുമുട്ടാണ്. സ്വന്തം ധീരതയും മാന്ത്രിക വിദ്യകളും ഉപയോഗിച്ചിട്ട് പ്രതിസന്ധികളെ അതിജീവിച്ച് അവന് മുന്നേറുന്നതാണ് ഈ ഒരു നോവലിന്റെ പ്ലോട്ട് എന്ന് പറയുന്നത്. യൊറൂബ ഫോക്ലോർ, എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഇതിന്റെ ഈ ഒരു പശ്ചാത്തലം. നൈജീരിയയിലെ യൊറൂബ എന്ന് പറയുന്ന ജനവിഭാഗത്തിന്റെ വാമൊഴി പാരമ്പര്യങ്ങളും ഓറൽ സ്റ്റോറി ടെല്ലിങ്ങും മിത്തുകളും നാടോടി കഥകളും കോർത്തിണക്കിയിട്ടാണ് ഈ ടുട്ടുവോള ഈ ഒരു അത്ഭുത നോവൽ നിർമ്മിച്ചിരിക്കുന്നത്. ആഫ്രിക്കൻ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു നാഴികക്കല്ലാണ് ഈ ഒരു വർക്ക് എന്ന് പറയുന്നത്. സോ ഇത്രയാണ് ഈ ഒരു ബ്ലോക്ക് 5 നമുക്ക് പഠിക്കാനുള്ളത്. ബ്ലോക്ക് 6 ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ, എക്സ്ചേഞ്ചസ് ആൻഡ് നെഗോസിയേഷൻസ് 1. പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും പുതിയ കാലഘട്ടത്തിനനുസരിച്ച് എങ്ങനെയാണ് പുനർനിർമ്മിക്കുന്നത് എന്ന് ടെല്ലിംഗ് ആൻഡ് റീടെല്ലിംഗ് തിയറിയും അതുപോലെ മഹാഭാരത യുദ്ധത്തിന്റെ പശ്ചാത്തലത്തില് ധർമ്മവീർ ഭാരതി എഴുതിയിട്ടുള്ള അന്ധായുഗ് എന്ന് പറഞ്ഞിട്ടുള്ള വിഖ്യാതമായിട്ടുള്ള കാവ്യ നാടകമാണ് നമ്മൾ ഇതില് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ എക്സാമിന് ഇതില് ടെല്ലിംഗ് വേഴ്സസ് റീടെല്ലിംഗ് കോൺസെപ്റ്റ്സ്, അതുപോലെ അന്ധായുഗ് ആസ് എൻ ആന്റി വാർ പ്ലേ, അതുപോലെ ക്യാരക്ടർ ഓഫ് അശ്വട്ടമ, പിന്നെ അതുപോലെ മിത്തോളജിക്കൽ റീഇന്റർപ്രിട്ടേഷൻ, ഇതൊക്കെയാണ് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ളത്. സോ നമുക്ക് യൂണിറ്റ് നോക്കാം. യൂണിറ്റ് 1 and 2 ടെല്ലിംഗ് ആൻഡ് റീടെല്ലിംഗ്, അതുപോലെ ആൻഡ് റീടെല്ലിംഗ്സ് ഓഫ് മഹാഭാരത. ആദ്യമായിട്ട് കമ്പാരറ്റീവ് ലിറ്ററേച്ചറിലെ അതീവ പ്രസക്തമായിട്ടുള്ള ഈ 2 ആശയങ്ങളെയും അവയുടെ പ്രയോഗങ്ങളെയും നമുക്കൊന്ന് മനസ്സിലാക്കാം. ടെല്ലിംഗ് വേഴ്സസ് റീടെല്ലിംഗ്. ടെല്ലിംഗ്, പറച്ചില് എന്നത് ഒരു കഥയെ അതിന്റെ യഥാർത്ഥ അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ടുള്ള രൂപത്തിൽ അവതരിപ്പിക്കുന്നതാണ്. എന്നാൽ റീടെല്ലിംഗ്, പുനരാഖ്യാനം എന്ന് പറയുന്നത് അതേ കഥയെ പുതിയൊരു പെർസ്പെക്റ്റീവിലൂടെ, പുതിയൊരു കാഴ്ചപ്പാടിലൂടെ മറ്റൊരു ഭാഷയിലോ സംസ്കാരത്തിലോ ആധുനിക ചരിത്ര പശ്ചാത്തലത്തിലോ പുനഃസൃഷ്ടിക്കുന്ന രീതിയാണ് റീടെല്ലിംഗ് എന്ന് പറയുന്നത്. റീടെല്ലിംഗ് ക്ലാസിക് കൃതികൾക്ക് സമകാലിക വായനക്കാർക്ക് അനുയോജ്യമായിട്ടുള്ള പുതിയ അർത്ഥങ്ങൾ നൽകി അവയെ എപ്പോഴും ജീവനോടെ നിലനിർത്തുകയാണ് ചെയ്യുന്നത്. ഒരേ കഥ തന്നെ കാലഘട്ടത്തിനനുസരിച്ച് എങ്ങനെ വ്യത്യസ്തമായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നു എന്ന് കമ്പാരറ്റീവ് ലിറ്ററേച്ചർ ഇതിലൂടെ പഠിക്കുന്നു. ദ ലിവിംഗ് എപ്പിക് മഹാഭാരത. ഭാരതീയ സാഹിത്യത്തിലെ ഏറ്റവും കൂടുതൽ പുനരാഖ്യാനങ്ങൾക്ക് വഴി തുറന്ന ഒരു ഇതിഹാസമാണ് മഹാഭാരതം എന്ന് പറയുന്നത്. വ്യാസഭാരതത്തെ മുൻനിർത്തി PK ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ മുതൽ MTയുടെ രണ്ടാമൂഴം വരെയും മറ്റ് നിരവധി ഇന്ത്യൻ ഭാഷകളിലും എഴുത്തുകാർ ഇതിലെ കഥാപാത്രങ്ങളെ പുനർനിർമ്മിച്ചിട്ടുണ്ട്. യുദ്ധം, നീതി, ജെൻഡർ, രാഷ്ട്രീയം, സദാചാരം തുടങ്ങിയിട്ടുള്ള ആധുനിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനാണ് എഴുത്തുകാർ മഹാഭാരതത്തെ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നത്. യൂണിറ്റ് 3 വരുന്നത് ധർമ്മവീർ ഭാരതിയുടെ അന്ധായുഗ് ആണ്. ഓക്കെ, ഇന്ത്യൻ തിയേറ്ററിലെ ഏറ്റവും മഹത്തായിട്ടുള്ള കാവ്യ നാടകങ്ങളിലെ വേഴ്സ് പ്ലേയിൽ ഒന്നാണ് ഇത്, അന്ധായുഗ്. എന്നാൽ അന്ധയുഗം, ദ ഏജ് ഓഫ് ഡാർക്ക്നെസ് എന്നാണ് അർത്ഥം വരുന്നത്. സമ്മറി ആൻഡ് മോറൽ കൊളാപ്സ്. മഹാഭാരത യുദ്ധത്തിന്റെ 18ാമത്തെ ദിവസത്തെ അവസാന രാത്രിയിലാണ് നാടകം നടക്കുന്നത്. കൗരവർ പൂർണ്ണമായി പരാജയപ്പെടുകയും പാണ്ഡവർ വിജയം ഉറപ്പാക്കുകയും ചെയ്ത സമയമാണ് ഇത്. എന്നാൽ ഈ ഒരു നാടകം പാണ്ഡവരുടെ വിജയത്തെ അല്ല ആഘോഷിക്കുന്നത്,
പകരം യുദ്ധം വരുത്തിവെച്ച കഠിനമായിട്ടുള്ള വിനാശങ്ങള്, അതുപോലെ കൂട്ടക്കൊലകള്, ധാർമ്മികമായിട്ടുള്ള തകർച്ചകള്, മോറൽ കൊളാപ്സ്, മനുഷ്യരുടെ ആത്മീയ പ്രതിസന്ധികൾ എന്നിവയാണ് നാടകം ചർച്ച ചെയ്യുന്നത്. ദ ഹിസ്റ്റോറിക്കൽ അലൈൻമെന്റ്. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന്, അതായത് പാർട്ടീഷൻ ഓഫ് ഇന്ത്യക്ക് തൊട്ട് പിന്നാലെയാണ് ഭാരതി ഈ ഒരു നാടകം എഴുതുന്നത്. വിഭജന കാലത്ത് ജനങ്ങള് മതഭ്രാന്ത് മൂത്ത് പരസ്പരം വെട്ടിക്കൊന്ന ആ ഒരു കടുത്ത ട്രോമയെയും വംശീയ കലാപങ്ങളെയും ഓർമ്മിപ്പിക്കാനാണ് അദ്ദേഹം കുരുക്ഷേത്ര യുദ്ധത്തിന്റെ ഈ ഒരു ഭീകരമായിട്ടുള്ള പശ്ചാത്തലം ഉപയോഗിക്കുന്നത്. മേജർ ക്യാരക്ടേഴ്സ് ആൻഡ് സിംബോളിസം. നാടകത്തിലെ ഓരോ കഥാപാത്രങ്ങളും മനുഷ്യന്റെ വലിയ മാനസികാവസ്ഥകളുടെ പ്രതീകങ്ങളാണ്. ഓക്കെ. ധൃതരാഷ്ട്രർ, കാഴ്ചയില്ലാത്ത രാജാവായിട്ടുള്ള ധൃതരാഷ്ട്രർ ഇവിടെ കേവലം ശാരീരികമായിട്ടുള്ള അന്ധതയുടെ പ്രതീകമല്ല. അതെങ്ങനെയെന്ന് വെച്ചാല് അത് സ്വന്തം മക്കളുടെ ക്രൂരതകൾക്ക് കൂട്ടുനിന്ന അദ്ദേഹത്തിന്റെ ധാർമ്മികമായിട്ടുള്ള ഒരു അന്ധതയുടെ, മോറൽ ബ്ലൈൻഡ്നെസിന്റെ ഒരു സിമ്പലാണ്. ഓക്കെ. ഗാന്ധാരി, തന്റെ 100 മക്കളും നഷ്ടപ്പെട്ട വിലാപത്തില് കടുത്ത കോപത്താൽ കൃഷ്ണനെ പോലും ശപിക്കുന്ന ഒരു അമ്മയാണ് ഗാന്ധാരി. ഓക്കെ. അടുത്തത് അശ്വത്ഥാമാവ്. എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. കൗരവരുടെ തകർച്ചയ്ക്ക് ശേഷം പാണ്ഡവരോട് പ്രതികാരം ചെയ്യാന് ഉറച്ചു തുള്ളുന്ന പാതി മനുഷ്യനും പാതി മൃഗവുമായിട്ട് മാറിയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അശ്വത്ഥാമാവ്. ഓക്കെ. ഉറങ്ങിക്കിടക്കുന്ന പാണ്ഡവ പുത്രന്മാരെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തുന്ന അശ്വത്ഥാമാവ് നിയന്ത്രണമില്ലാത്ത വിദ്വേഷത്തിന്റെയും വന്യമായിട്ടുള്ള അക്രമങ്ങളുടെയും പ്രതികാര ചിന്തകളുടെയും സിമ്പിളായിട്ടാണ് കാണിക്കുന്നത്. അൺകൺട്രോൾഡ് വയലൻസ് ആണ് ഇവിടെ കേട്ടോ. അടുത്തത് ശ്രീകൃഷ്ണൻ. എല്ലാ തകർച്ചകൾക്കിടയിലും ജ്ഞാനത്തിന്റെയും ശാന്തിയുടെയും ധാർമ്മികമായിട്ടുള്ള വഴിനടത്തത്തിന്റെയും പ്രത്യാശയുടെയും വലിയൊരു പ്രതീകമായിട്ടാണ് കൃഷ്ണനെ നാടകത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. എത്രയാണ് ഈ ഒരു ബ്ലോക്ക് 6 ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ എക്സ്ചേഞ്ചസ് ആൻഡ് നെഗോസിയേഷൻ 1 നമുക്ക് വരുന്നത്, ഈ ഒരു 3 യൂണിറ്റിലായിട്ട്. ഓക്കെ. ബ്ലോക്ക് 7 ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ എക്സ്ചേഞ്ചസ് ആൻഡ് നെഗോസിയേഷൻ 2. കഴിഞ്ഞ ബ്ലോക്കിൽ നമ്മൾ അന്തായുഗ എന്ന നാടകത്തിലൂടെ മഹാഭാരതത്തിന്റെ റീടെല്ലിംഗ് കണ്ടെങ്കിൽ, ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സാഹിത്യത്തിലെ വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു തിയറിയാണ് ഷിഫ്റ്റിംഗ് പെർസ്പെക്റ്റീവ്, കാഴ്ചപ്പാടുകളുടെ മാറ്റം. പുരുഷാധിപത്യ ഇതിഹാസങ്ങള് കാലങ്ങളായിട്ട് മാറ്റി നിർത്തിയ അല്ലെങ്കിൽ പാർശ്വവൽക്കരിച്ച സ്ത്രീ കഥാപാത്രങ്ങളുടെ കണ്ണിലൂടെ അതേ കഥ വീണ്ടും പറയുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. മഹാഭാരതത്തിലെ ഏറ്റവും ശക്തിയായിട്ടുള്ള ദ്രൗപദിയുടെ കാഴ്ചപ്പാടിൽ എഴുതപ്പെട്ട ലോക പ്രശസ്തമായിട്ടുള്ള 2 സമകാലിക നോവലുകളാണ് ഇതിൽ കമ്പയർ ചെയ്യാനുള്ളത്. പ്രതിഭ റായിയുടെ ഒറിയ നോവലായിട്ടുള്ള യാജ്നസെനി എന്ന് പറഞ്ഞിട്ടുള്ളതും, പിന്നെ അതുപോലെ ചിത്ര ബാനർജി ദിവാകരണിയുടെ വിഖ്യാത ഇംഗ്ലീഷ് കൃതിയായിട്ടുള്ള ദ പ്ലേസ് ഓഫ് ഇല്യൂഷൻസും. ഓക്കെ. നമ്മൾ എക്സാമിന് ഇതിലെ ഷിഫ്റ്റിംഗ് പെർസ്പെക്റ്റീവ് കോൺസെപ്റ്റ്, അതുപോലെ ദ്രൗപദി ആസ് എ ഫെമിനിസ്റ്റ് വോയിസ്, കമ്പാരിസൺ ബിറ്റ്വീൻ യജ്നസേനി ആൻഡ് പ്ലേസ് ഓഫ് ഇല്യൂഷൻ, ഇതൊക്കെയാണ് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. സോ യൂണിറ്റ് 1 ഷിഫ്റ്റിംഗ് പെർസ്പെക്റ്റീവ്. ആദ്യമായിട്ട് ഈ ബ്ലോക്കിന്റെ തിയററ്റിക്കൽ അടിസ്ഥാനമായിട്ടുള്ള ഷിഫ്റ്റിംഗ് പെർസ്പെക്റ്റീവ് എന്താണെന്നുള്ളതൊന്ന് നോക്കാം. ഗിവിംഗ് വോയിസ് ടു ദ സൈലൻസ്ഡ്. ഒരു പരിചിതമായിട്ടുള്ള കഥയെ അതുവരെ മുഖ്യധാരയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയതോ അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് ആയ ഒരു കഥാപാത്രത്തിന്റെ പേഴ്സ്പെക്റ്റീവിലൂടെ, അവരുടെ വ്യൂ പോയിന്റിലൂടെ, കാഴ്ചപ്പാടിലൂടെ വീണ്ടും ആവിഷ്കരിക്കുന്ന ഒരു രീതിയാണ് ഇത്. ചാലഞ്ചിങ് മെയിൻ സ്ട്രീം കാനൺസ്. പരമ്പരാഗതമായിട്ടുള്ള നറേറ്റീവുകളെ പൂർണ്ണമായിട്ടും ചോദ്യം ചെയ്തുകൊണ്ട് ചരിത്രം, മിത്തുകൾ, ജെൻഡർ, സംസ്കാരം എന്നിവയ്ക്ക് പുതിയൊരു അർത്ഥതലമാണ് ഈ ഒരു സാങ്കേതിക വിദ്യ, ഈ ഒരു ടെക്നിക്ക് കൊടുക്കുന്നത്. കഥ ആര് പറയുന്നു എന്നതിനെ ആശ്രയിച്ച് ഒരേ കഥയ്ക്ക് തന്നെ എങ്ങനെ വ്യത്യസ്ത അർത്ഥങ്ങൾ ഉണ്ടാകുന്നു എന്ന് കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ ഇതിലൂടെ പഠിക്കുന്നുണ്ട്. ഇനി യൂണിറ്റ് 2 വരുന്നത് യജ്നസേനി ദ സ്റ്റോറി ഓഫ് ദ്രൗപദി. ഒറിയ സാഹിത്യത്തിലെ ജ്ഞാനപീഠം ജേതാവ് പ്രതിഭ റായിയുടെ അതീവ മനോഹരമായിട്ടുള്ള ഒരു മാസ്റ്റർ പീസ് നോവലാണ് ഇത്. സമ്മറി ആൻഡ് ഇന്നർ റിഫ്ലക്ഷൻ. ഓക്കെ. യാജ്ഞസേനി അല്ലെങ്കിൽ യാജ്ഞസേനി എന്നത് ദ്രൗപദിയുടെ മറ്റൊരു പേരാണ്. മഹാഭാരത കഥയെ മുഴുവൻ ദ്രൗപദിയുടെ കണ്ണുകളിലൂടെയാണ് പ്രതിഭ റായ് ഇതിൽ പുനർനിർമ്മിക്കുന്നത്. കൃഷ്ണനെ അഭിസംബോധന ചെയ്ത് എഴുതുന്ന കത്തുകളുടെ രൂപത്തിലാണ്, ഒരു എപ്പിസ്റ്റോളാർലി നറേറ്റീവ് ആണ് നോവൽ മുന്നോട്ട് പോകുന്നത്. ഓക്കെ. എപ്പിസ്റ്റോളാർലി ഫോമിലാണ് പോകുന്നത്. ദ്രൗപദിയുടെ തീവ്രമായിട്ടുള്ള വികാരങ്ങള്, അവൾ അനുഭവിച്ച കഠിനമായിട്ടുള്ള സങ്കടങ്ങള്, 5
5 ഭർത്താക്കന്മാരുമായുള്ള സങ്കീർണമായിട്ടുള്ള ആ ഒരു ബന്ധം, കണക്ഷനുകള്, അവളുടെ ഉള്ളിലെ വലിയ മാനസിക വലിമുറുക്കങ്ങൾ എന്നിവ ഇതിൽ അതീവ ആഴത്തിൽ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. ദ ഫെമിനിസ്റ്റ് ക്വസ്റ്റ്യൻ. പരമ്പരാഗത ഇതിഹാസത്തിൽ ദ്രൗപദി പലപ്പോഴും യുദ്ധത്തിന് കാരണക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീ മാത്രമാണ്. എന്നാൽ ഈ നോവലിൽ അവള് പുരുഷാധിപത്യ വ്യവസ്ഥകളെയും പാട്രിയാർക്കിയെയും വിധിയെയും നീതിയെയും യുദ്ധത്തിന്റെ പൊള്ളത്തരങ്ങൾ എന്നിവയെയും അതീവ ധീരമായിട്ട് ചോദ്യം ചെയ്യുന്ന ഒരു ശക്തമായിട്ടുള്ള സ്ത്രീപക്ഷ ശബ്ദമായിട്ട് മാറിത്തീരാണ് ചെയ്യുന്നത്. അടുത്തത് യൂണിറ്റ് 3 വരുന്നത് ദ പ്ലേസ് ഓഫ് ഇല്യൂഷൻസ്. ഇനി നമുക്ക് ഇന്ത്യൻ അമേരിക്കൻ എഴുത്തുകാരിയായിട്ടുള്ള ചിത്ര ബാനർജി ദിവാകരുണിയുടെ ആഗോളതലത്തിൽ തരംഗമായി മാറിയിട്ടുള്ള വിഖ്യാത നോവലിലേക്ക് കടക്കാം. സമ്മറി ആൻഡ് ഫസ്റ്റ് പേഴ്സൺ വോയിസ്. ദ്രൗപദിയുടെ, അതായത് പാഞ്ചാലി ജനനം മുതൽ കുരുക്ഷേത്ര യുദ്ധത്തിന്റെ അനന്തര ഫലങ്ങൾ വരെയുള്ള മഹാഭാരത കഥയെ ഒന്നാം പുരുഷാഖ്യാനത്തിലൂടെ, അതായത് ഫസ്റ്റ് പേഴ്സൺ നരേഷനിലൂടെ ചിത്ര ബാനർജി ഇതിൽ പുനരവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവളുടെ വലിയ ആഗ്രഹങ്ങൾ, സ്ത്രീ എന്ന നിലയിലുള്ള കരുത്ത്, ആഭ്യന്തരമായിട്ടുള്ള പോരാട്ടങ്ങൾ എന്നിവയ്ക്കാണ് ഇതിൽ മുൻഗണന കൊടുക്കുന്നത്. ഹ്യൂമനൈസിംഗ് ദ മിത്ത്. ഈ നോവല് ദ്രൗപദിയുടെ ഒരു പുരാണ കഥാപാത്രത്തിനപ്പുറം അതീവ ബുദ്ധിമതിയും സ്വതന്ത്ര ചിന്താഗതിയുമുള്ള ഒരു ആധുനിക സ്ത്രീയായി ഹ്യൂമനൈസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. തന്റെ 5 ഭർത്താക്കന്മാരോടുള്ള സ്നേഹവും കുന്തിയുമായിട്ടുള്ള അമ്മായിയമ്മ മരുമകൾ ബന്ധവും, ഒപ്പം കർണനോട് അവൾക്കുള്ളിൽ തോന്നുന്ന അതീവ സങ്കീർണമായിട്ടുള്ള പ്രണയവും നഷ്ടബോധവും നോവലിൽ അതീവ മനോഹരമായിട്ട് തന്നെ ചിത്രീകരിക്കുന്നുണ്ട്. ജെൻഡറും അധികാരവും തമ്മിലുള്ള ബന്ധത്തെ ചോദ്യം ചെയ്യുന്ന മികച്ചൊരു സ്ത്രീപക്ഷ പുനരാഖ്യാനമാണ് ഇത്. ഓക്കെ, കമ്പറാറ്റീവ് അനാലിസിസ്. യജ്ഞസേനി വേഴ്സസ് ദ പ്ലേസ് ഓഫ് ഇല്യൂഷൻ. എക്സാമിന് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന വലിയൊരു ചോദ്യമാണ് ഇത്. ഈ 2 നോവലുകളും തമ്മിലുള്ള സാദൃശ്യങ്ങളും വ്യത്യാസങ്ങളും, സിമിലാരിറ്റിയും ഡിഫറൻസും എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, സവിശേഷതകള്. യാജ്ഞസേനി എഴുതിയിട്ടുള്ളത് പ്രതിഭ റായ് ആണ്, ഒറിയാണ്. പിന്നെ അതുപോലെ ദി പാലസ് ഓഫ് ഇല്യൂഷൻസ് വരുന്നത് ചിത്ര ബാനർജി ദിവാകരുണിയാണ്. അതുപോലെ അത് ഇംഗ്ലീഷ് ആണ്. ഇനി സ്റ്റൈല് നോക്കുകയാണെങ്കിൽ യാജ്ഞസേനി വരുന്നത് കൃഷ്ണനുള്ള കത്തുകളുടെ രൂപത്തിൽ അല്ലെങ്കിൽ ഓർമ്മകളുടെ ഒരു രൂപത്തിലാണ്. ദി പാലസ് ഓഫ് ഇല്യൂഷൻസ് വരുന്നതോ നേരിട്ടുള്ള ഒരു ഫസ്റ്റ് പേഴ്സൺ നറേഷൻ ആണ് വരുന്നത്. ഇനി യാജ്ഞസേനിയുടെ പ്രധാന ഭാവം അത് കൂടുതൽ ആത്മീയവും സ്പിരിച്വലും അതുപോലെ വിട്ടുവീഴ്ചകളില്ലാത്ത ഭക്തിയും കടമകളും നിറഞ്ഞതാണ്. എന്നാൽ ദി പാലസ് ഓഫ് ഇല്യൂഷൻസ് വരുന്നതോ കൂടുതൽ സമകാലികവും കണ്ടംപററിയും സ്വതന്ത്രവും വ്യക്തിഗത ആഗ്രഹങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതും ആണ്. ഇനി യാജ്ഞസേനിയുടെ കർണനോടുള്ള ബന്ധം നോക്കുകയാണെങ്കിൽ കർണനോട് ഒരു ബഹുമാനവും ആഴത്തിലുള്ള സഹതാപവും ഒക്കെ ഉണ്ട്. ഇനി നമ്മുടെ ദി പാലസ് ഓഫ് ഇല്യൂഷൻസിൽ കർണനോടുള്ള ബന്ധം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കർണനോട് കടുത്ത മാനസിക പ്രണയവും നടക്കാതെ പോയ ജീവിത സാധ്യതകളുടെ വലിയൊരു വലിമുറക്കവും അവിടെ കാണുന്നുണ്ട്. സോ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ബ്ലോക്ക് 7 നമുക്ക് വരുന്നത്, ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ എക്സ്ചേഞ്ചസ് ആൻഡ് നെഗോസിയേഷൻ പാർട്ട് 2 വരുന്നത്. ഓക്കെ, ഇതോടുകൂടി നമ്മളെ ഈ MEG 15 കംപ്ലീറ്റ് ബ്ലോക്സും 1 to 7 നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിലെല്ലാ യൂണിറ്റ്സും ഡിസ്കസ് ചെയ്തു. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ക്ലാസ് കേൾക്കുന്നതോടൊപ്പം ഇതിന്റെ നോട്ട്സ് notebuddy.in എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് നോക്കുക. നോട്ട്സ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇത് കേൾക്കുന്നതോടൊപ്പം ആ ഒരു നോട്ട്സും കൂടി നോക്കിയാൽ കുറച്ചും കൂടി നല്ല ക്ലാരിറ്റി കിട്ടും. അതുകൊണ്ട് നിങ്ങൾക്ക് മാർക്കും നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഇതിൽ എന്തെങ്കിലും സജഷൻസോ ഒപ്പീനിയൻസോ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം.